ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വരുന്ന 22-ാം തീയതി നമുക്ക് ഓവർസിയർ ലെവൽ ഒരു എക്സാം വരുന്നുണ്ടല്ലേ. അപ്പം എല്ലാ എക്സാമുകൾക്കും, അത് ഓവർസിയർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകളായിക്കോട്ടെ, വളരെ വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്ററാണ് ടിമ്പർ എന്ന് പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയലിൽ ടിമ്പർ എന്ന് പറയുന്നത്. ആ ഒരു ടിമ്പറിലുള്ള കുറച്ച് മാർക്കറ്റ് ഫോംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാർക്കറ്റ് ഫോംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ മാർക്കറ്റ് ഫോംസ് ഡയമെൻഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് ബാറ്റൺ ആണ്. ബാറ്റൺ എങ്ങനെയാണ് ഉണ്ടാവുക? അതിന് തിക്നെസ് ഒക്കെ വളരെ കുറവായിരിക്കും അല്ലേ. സോ വിഡ്ത്ത് ആൻഡ് തിക്നെസ് 50 mm താഴെ, 50 mm അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 5 cm എന്ന് പറയാം. 50 mm അല്ലെങ്കിൽ 5 cm താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ബാറ്റൺ എന്ന് പേര് പറയും. വിഡ്ത്ത് തിക്നെസ് ഒക്കെ 5 cm അല്ലെങ്കിൽ 50 mm താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ബാറ്റൺ എന്ന് പേര് പറയും. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്താൻ പോവുകയാണ്. അടുത്ത മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, തിക്നെസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ബാറ്റൻ്റെ അതേ തിക്നെസ് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അതായത് തിക്നെസ് ലെസ് ദാൻ 5 cm എന്ന് ഞാൻ പറയുന്നു. പക്ഷേ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ കൂട്ടുന്നു. സോ വിഡ്ത്തിനെ ഞാൻ ബി വെച്ച് കാണിക്കുകയാണ്. ബി 5 cm കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലാങ്ക് എന്ന് പറയും. സോ തിക്നെസ്സും വിഡ്ത്തും രണ്ടും 5 cm താഴെയാണെങ്കിൽ ബാറ്റൺ ആണ്. തിക്നെസ് 5 cm താഴെയും വിഡ്ത്ത് 5 cm മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പ്ലാങ്ക് എന്ന് പേര് പറയും. ദെൻ അടുത്തൊരാള് ബോർഡാണ്. ബോർഡ് എന്ന് പറയുമ്പോൾ പിന്നെയും വീതി കൂടി ഓർക്കണം. പിന്നെയും വീതി കൂടുന്നു എന്ന് മനസ്സിലേക്ക് വരണം. അതായത് തിക്നെസ് ഈസ് ലെസ് ദാൻ 5 cm ആൻഡ് വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ 15 cm എന്ന് നമുക്ക് പറയാം. 15 cm കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ആദ്യം പറഞ്ഞത് വിഡ്ത്തും തിക്നെസ്സും 5 cm താഴെ, അത് ബാറ്റൺ. വിഡ്ത്ത് 5 cm കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരായിട്ട് മാറി, പ്ലാങ്ക് ആയിട്ട് മാറി. വീതി കൂടി, ഇനിയും വീതി ഒന്നുകൂടെ കൂട്ടി, പക്ഷെ തിക്നെസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. തിക്നെസ് 5 cm താഴെയും വീതി 15 cm കൂടുതലുമാണെങ്കിൽ നമ്മൾ അതിനെ ബോർഡ് എന്ന് പേര് പറയും. then അടുത്തത് ലോഗാണ്. ലോഗ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു മരം എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക, ലോഗ് എന്ന് പേര് പറയുക. നമ്മൾ ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ട്രങ്ക് ഓഫ് ട്രീ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ട്രങ്ക് ഓഫ് ട്രീനെയാണ് നമ്മൾ ലോഗ് എന്ന് പേര് പറയുക. ദെൻ അടുത്തൊരു മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് പോൾ അല്ലെങ്കിൽ സ്പർ ആണ്. സോ ഇത് സർക്കുലാർ സെക്ഷനുള്ള മെമ്പേഴ്സ് ആണെന്ന് പടം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ പക്ഷേ ബാറ്റൺ, പ്ലാങ്ക്, ബോർഡൊക്കെ സർക്കുലാർ സെക്ഷൻ അല്ല, റെക്ടാങ്കുലാർ സെക്ഷൻ ആയിരുന്നു. സോ ഇവിടെ നമ്മളിനി ഡയമീറ്റർ ആണ് പറയുക. നമ്മളൊരു ലോഗ് എടുക്കുന്നു. ആ ലോഗിൻ്റെ ഡയമീറ്റർ 20 cm താഴെയാണെങ്കിൽ നമ്മൾ പോൾ അല്ലെങ്കിൽ സ്പർ എന്ന് പേര് പറയും. ഓക്കെ, ഇവിടെ ഡയമീറ്റർ ആണ് 20 cm താഴെ. മൂവിങ് ഓൺ ടു അടുത്ത മാർക്കറ്റ് ഫോം ബോൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരണം, നേരത്തെ നമ്മൾ പഠിച്ച 5 cm ഇവിടെയും വരുന്നുണ്ട്. അതായത് തിക്നെസ്സും ബ്രെഡ്ത്തും ഇവിടെ 5 cm കൂടുതലാണ്. ഫിഗർ കാണുമ്പോഴേ അത് മനസ്സിലാവുന്നില്ലേ? തിക്നെസ്സും വിഡ്ത്തും 5 cm കൂടുതലാണ്. അതേപോലെ തന്നെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 20 cm കൂടുതലുണ്ട്. തിക്നെസ്സും വിഡ്ത്തും 5 cm കൂടുതലാണ്. ലെങ്ത്ത് 20 cm കൂടുതലാണെങ്കിൽ നമുക്കതിനെ ബോക്ക് എന്ന് പേര് പറയാം. ഇനി ഇതേപോലെ തന്നെ വരുന്ന ആളാണ് സ്കാൻഡ്ലിംഗ്. നമ്മൾ തിക്നെസ്സും വിഡ്ത്തും 5 cm കൂടുതലും എന്നാൽ ലെങ്ത്ത് 20 cm താഴെയാണെങ്കിൽ നമ്മൾ അതിനെ സ്കാൻഡ്ലിംഗ് എന്ന് പേര് പറയും. സോ അടുത്ത ആള് സ്കാൻഡ്ലിംഗ് ആണ്. സ്കാൻഡ്ലിങ്ങിൻ്റെ പ്രത്യേകത തിക്നെസ്, വിഡ്ത്ത് ഇത് രണ്ടും 5 cm കൂടുതലാണ്. അതേപോലെ ലെങ്ത്ത് 20 cm താഴെയാണ്. ഇതാണ് സ്കാൻഡ്ലിങ്ങിൻ്റെ പ്രത്യേകത.
അപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ അടുത്ത ഒരു മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് ഡീലാണ്. ഡീല് മാത്രം ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പോൾ 5, 15, 20 അങ്ങനെ നമുക്ക് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആൾക്കാർ വന്നത്. ഈ ഒരു ഡീലിന് മാത്രം ഡയമെൻഷൻസ് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഓർത്ത് വെക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നിങ്ങൾ ഓർമ്മയിൽ നിർത്തണം. സോ തിക്നെസ് എന്ന് പറയുന്നത് 50 മുതൽ 100 mm, അല്ലെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ 5 to 10 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് പറയാം. 5 to 10 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് പറയാം. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് ഷുഡ് നോട്ട് എക്സീഡ് 23 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 230 mm. ഇങ്ങനെയാണ് കണ്ടീഷൻ. ഈ 23 എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കണം. തിക്നെസ് 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ വിഡ്ത്ത് 23 സെൻറ്റിമീറ്ററിനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇതിനെ നമ്മൾ എന്ത് പേര് പറയും? ഡീൽ എന്ന് പേര് പറയും. ദെൻ അടുത്തൊരു ആള് ക്വാർട്ടറിംഗ് ആണ്. ക്വാർട്ടറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ടിമ്പർ പീസസ് ആണ് ക്വാർട്ടറിംഗ്. സ്ക്വയർ ഷേപ്ഡ് ടിമ്പർ പീസസ് ആണ് ക്വാർട്ടറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്ത് സ്പെസിഫിക്കലി പറയാറുണ്ട്. ലെങ്ത്ത് എന്ന് പറയുന്നത് 50 to 150 mm ആണെങ്കിൽ നമ്മൾ അതിനെ ക്വാർട്ടറിംഗ് എന്ന് പേര് പറയും. സോ സ്ക്വയർ ഷേപ്ഡ് ടിമ്പർ പീസ് ആണ്. അതിൻ്റെ ലെങ്ത്ത് 50 മുതൽ 150 mm വരെ ആണെങ്കിൽ നമ്മൾ അതിനെ ക്വാർട്ടറിംഗ് എന്ന് പേര് പറയും. ആൻഡ് ലാസ്റ്റ് മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് എൻഡ് ആണ്. എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് പീസസ് ആണ് എൻഡ് എന്ന് പറയുന്നത്. ഏതിൻ്റെയൊക്കെ ഷോർട്ട് പീസസ് ആണെന്ന് ചോദിച്ചാൽ ബാറ്റൺ, അതേപോലെ തന്നെ ഡീല്, പ്ലാങ്ക്, ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ സ്മോൾ പീസസ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? എൻഡ് എന്ന് പറയാം. ഇതാണ് 10 മാർക്കറ്റ് ഫോംസ്. അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് മാർക്കറ്റ് ഫോം എന്ന് പറയുന്നത് ബാറ്റൺ ആയിരുന്നു. അവിടെ വിഡ്ത്തും തിക്നെസ്സും രണ്ടും 5 സെൻറ്റിമീറ്ററിന് താഴെയായിരുന്നു. ഇനി വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലും തിക്നെസ് 5 സെൻറ്റിമീറ്ററിനെക്കാളും താഴെയായെങ്കിൽ നമ്മൾ പ്ലാങ്ക് എന്ന് പറയും. അതിനുശേഷം നമ്മൾ ബോർഡ് പറഞ്ഞു. ബോർഡ് എന്ന് പറയുന്നത് തിക്നെസ് 5 സെൻറ്റിമീറ്ററിന് താഴെ തന്നെയാണ്, പക്ഷേ വിഡ്ത്ത് 15 സെൻറ്റിമീറ്ററിനെക്കാളും മുകളിലാണ്. ദെൻ ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ട്രങ്ക് ഓഫ് ട്രീനെ നമ്മൾ ലോഗ് എന്ന് പറയും. ദെൻ അടുത്ത ആൾ പോൾ അല്ലെങ്കിൽ സ്പർ ആണ്. അത് സർക്കുലർ ഷേപ്പുള്ള ആൾ തന്നെയാണ്, പക്ഷേ ഡയമീറ്റർ 20 സെൻറ്റിമീറ്ററിനെക്കാളും താഴെയായിരിക്കും. ദെൻ ബോൾക്ക് ഉണ്ട്. ബോൾക്ക് തിക്നെസ്സും വിഡ്ത്തും രണ്ടും 5 സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലാണ്. ലെങ്ത്ത് ഇവിടെ പറയുന്നുണ്ട് 20 സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതലാണ്. ഇനി ഈ ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററിനെക്കാളും താഴെയാണെങ്കിൽ നമ്മൾ സ്കാൻഡ്ലിംഗ് എന്ന് പറയും. അവിടെയും തിക്നെസ്സും വിഡ്ത്തും 5 സെൻറ്റിമീറ്ററിനെക്കാളും കൂടുതൽ തന്നെയാണ്. then അടുത്തത് ഡീലാണ്. ഡീല് 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ തിക്നെസ്സും അതേപോലെ വിഡ്ത്ത് 23 സെൻറ്റിമീറ്ററിനെക്കാളും കൂടാൻ പാടുള്ളതല്ല. ദെൻ അടുത്തത് ക്വാർട്ടറിംഗ് ആണ്. സ്ക്വയർ ഷേപ്പുള്ള ടിമ്പർ പീസസ് ആണ് ക്വാർട്ടറിംഗ്. അതിൻ്റെ ലെങ്ത്ത് 50 to 150 mm ആണ് ഉണ്ടാവുന്നത്. ദെൻ എൻഡ് ഉണ്ട്. എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിമ്പറിൻ്റെ ചെറിയ ചെറിയ പീസസ് ആണ്. ബാറ്റിൻ്റെയോ ഡീലിൻ്റെയോ പ്ലാങ്കിൻ്റെയോ ഒക്കെ ചെറിയ ചെറിയ പീസസിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻഡ് എന്ന് പേര് പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിമ്പറിൻ്റെ മാർക്കറ്റ് ഫോംസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങളിത് നന്നായി പഠിച്ചിട്ട് പോവുക. എല്ലാം തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു സെഷനിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.